ട്രേഡിംഗിൽ വിജയിക്കാൻ ഒരു പ്രോഫിറ്റ് ടാർഗറ്റ് നിർബന്ധമാണ് എന്നാണോ നിങ്ങൾ വിശ്വസിക്കുന്നത്? എങ്കിൽ ഒന്നുകൂടി ചിന്തിക്കുക. സ്ഥിരമായിട്ട് വലിയ ലാഭങ്ങൾ ഉണ്ടാക്കുന്ന പല പ്രൊഫഷണൽ ട്രേഡർമാരും ഒരു പ്രോഫിറ്റ് ടാർഗറ്റ് വെക്കാറേയില്ല. അവരുടെ മുഴുവൻ ശ്രദ്ധയും ഒറ്റ കാര്യത്തിലാണ്, സ്റ്റോപ്പ് ലോസ്. കേൾക്കുമ്പോൾ തന്നെ പലർക്കും ഇതൊരു തലതിരിഞ്ഞ ഐഡിയ ആയിട്ട് തോന്നിയേക്കാം. നഷ്ടം മാത്രം നോക്കുന്ന ഒരാൾക്ക് എങ്ങനെയാണ് ലാഭം ഉണ്ടാക്കാൻ പറ്റുന്നത്? ഈ വീഡിയോയിൽ നഷ്ടം കൺട്രോൾ ചെയ്ത് മാർക്കറ്റിലെ ഏറ്റവും വലിയ നേട്ടങ്ങൾ എങ്ങനെ സ്വന്തമാക്കാം എന്ന് പലരും പറയാൻ മടിക്കുന്ന ആ ഒരു രഹസ്യം ഞാൻ നിങ്ങൾക്ക് മുന്നിൽ തുറന്നു വയ്ക്കുകയാണ്. ഉറപ്പായും ഇത് നിങ്ങളുടെ ട്രേഡിംഗ് രീതിക്ക് ഒരു മുതൽക്കൂട്ടായിരിക്കും. വെൽക്കം ടു ദ ഐ ഓപ്പണർ വീഡിയോ ഓഫ് ധനം സ്മാർട്ട് സേവിങ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് സൊല്യൂഷൻസ്. നമ്മളെല്ലാവരും ട്രേഡിംഗ് പഠിക്കുമ്പോൾ ആദ്യം കേൾക്കുന്ന വാക്കാണ് ടാർഗറ്റും സ്റ്റോപ്പ് ലോസും. അല്ലെങ്കിൽ 1:3 അല്ലെങ്കിൽ 1:2 റിസ്ക് റിവാർഡ് റേഷ്യോ വേണമെന്നൊക്കെ നമ്മൾ കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ട്. അതായത് 1000 രൂപ നഷ്ടം സഹിക്കാമെങ്കിൽ കുറഞ്ഞത് 2000 രൂപ ലാഭം കിട്ടുന്ന ട്രേഡാണ് എടുക്കേണ്ടത്. കേൾക്കുമ്പോൾ നല്ല രസമുള്ള സുരക്ഷിതമായ ആശയമാണെന്ന് എല്ലാവർക്കും തോന്നുന്ന വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്കുകളായിരിക്കും. അതിൽ നിങ്ങൾ കാണാത്ത പല ഇഷ്യൂസും പലപ്പോഴും കാണാറുണ്ട്. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഇങ്ങനെ ഈ രീതിയിൽ സംഭവിച്ചിട്ടുണ്ടോ? നിങ്ങൾ ഒരു 100 രൂപയ്ക്ക് സ്റ്റോക്ക് വാങ്ങി 110 രൂപ ടാർഗറ്റ് വെച്ചു, വില കൃത്യം 110 എത്തിയപ്പോൾ നിങ്ങൾ സ്റ്റോക്ക് വിറ്റ് നിങ്ങളുടെ ലാഭം എടുത്തു. ഹാപ്പിയാണ്. പക്ഷെ ഒരു 2 മണിക്കൂർ കഴിഞ്ഞ് നോക്കുമ്പോൾ ആ സ്റ്റോക്കിന്റെ വില 150 രൂപയാണ്. അപ്പൊ നിങ്ങൾ വെറും 10 രൂപയിൽ തൃപ്തിപ്പെട്ടപ്പോൾ മാർക്കറ്റ് നിങ്ങൾക്ക് തരാൻ തയ്യാറായിരുന്നത് 50 രൂപയുടെ ലാഭമാണ്. അപ്പോൾ ആരാണ് നിങ്ങളുടെ ലാഭം അവിടെ ലിമിറ്റ് ചെയ്തത്? മാർക്കറ്റ് ആണോ അല്ലെങ്കിൽ നിങ്ങൾ തന്നെയാണോ? തീർച്ചയായിട്ടും നിങ്ങൾ വെച്ച ആ ഒരു ടാർഗറ്റ് തന്നെയാണ്. അപ്പൊ ഇതാണ് ഈ ടാർഗറ്റുകളുടെ ഏറ്റവും വലിയ പ്രശ്നം. അവ നമ്മുടെ ലാഭത്തിന് അതിര് വരയ്ക്കുന്നു. ട്രേഡ് എടുക്കും മുമ്പേ നമ്മൾ തീരുമാനിക്കുകയാണ് എനിക്ക് ഇത്രയും ലാഭം മതി. പക്ഷെ മാർക്കറ്റ് അങ്ങനെയല്ല. ചിലപ്പോൾ അത് മെല്ലെ പോവും, മറ്റു ചിലപ്പോൾ അതിവേഗം കുതിക്കും. ഇത്തരത്തിലുള്ള ചില കുതിപ്പുകളെയാണ് നമ്മൾ ട്രെൻഡ് എന്ന് വിളിക്കുന്നത്. ചില ടാർഗറ്റുകൾ വെക്കുന്നതിലൂടെ ഈ വലിയ ട്രെൻഡുകളിൽ നിന്ന് കിട്ടേണ്ടിയിരുന്ന വലിയ ഔട്ട്പുട്ടുകൾ അല്ലെങ്കിൽ ഭീമമായിട്ടുള്ള ലാഭമാണ് ഓരോ തവണയും നമ്മൾ നഷ്ടപ്പെടുത്താറുള്ളത്. ഇതിന്റെ ഒരു സൈക്കോളജി എന്താണ് എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടതുണ്ട്. കയ്യിൽ കുറച്ച് ലാഭം കാണുമ്പോൾ തന്നെ അത് ബുക്ക് ചെയ്യാനുള്ള ഒരു തിടുക്കം നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും. കിട്ടിയത് കളയണ്ടല്ലോ എന്നൊരു ചിന്തയും ഒരു പേടിയും ഒക്കെ വന്നേക്കാം. പക്ഷെ നഷ്ടം വരുമ്പോഴോ കുറച്ചുകൂടി നോക്കാം, ചിലപ്പോ ഇനിയും കയറി വരും. ഇങ്ങനെയൊക്കെ പറഞ്ഞ് സ്റ്റോപ്പ് ലോസ് മാറ്റുകയോ അല്ലെങ്കിൽ ആ സ്റ്റോപ്പ് ലോസ് തന്നെ ഉപയോഗിക്കാതിരിക്കുകയോ ഒക്കെ ചെയ്യും. ഇതിന്റെ ഫലം എന്താണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. നമ്മുടെ ലാഭം എപ്പോഴും വളരെ ചെറുതായിരിക്കും, നഷ്ടം വളരെ വലുതുമായിരിക്കും. ഇതൊരിക്കലും വിജയകരമായിട്ടുള്ള ഒരു ട്രേഡറുടെ ലക്ഷണമല്ല, മറിച്ച് പരാജയത്തിലേക്കുള്ള എളുപ്പ വഴിയാണ് എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. ഈ തിരിച്ചറിവിൽ നിന്നാണ് പുതിയൊരു ചിന്ത നമുക്ക് ഇവിടെ തുടങ്ങാൻ കഴിയുന്നത്. ലാഭത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് നിർത്തി നഷ്ടത്തെ നിയന്ത്രിക്കുന്നതിനെ കുറിച്ച് മാത്രം നമുക്ക് ചിന്തിക്കാം. അപ്പൊ ഞാനും നിങ്ങളെ പോലെ തന്നെ ട്രേഡിംഗ് തുടങ്ങിയ ആളാണ്. ഒരുപാട് പുസ്തകങ്ങൾ വായിച്ചും വീഡിയോകൾ കണ്ടുമൊക്കെയാണ് മാർക്കറ്റിലേക്ക് വന്നത്. പറയുന്ന നിയമങ്ങളെല്ലാം പാലിക്കാൻ ശ്രമിച്ചു. കൃത്യമായിട്ടുള്ള ടാർഗറ്റുകൾ, കർശനമായിട്ടുള്ള സ്റ്റോപ്പ് ലോസുകൾ. പക്ഷെ എവിടെയൊക്കെയോ ഇങ്ങനെ ഒരു കൺഫ്യൂഷൻസ് ഉണ്ടാവുന്നുണ്ട്. പലപ്പോഴും ഇങ്ങനെ താളം തെറ്റുന്നു, നമുക്ക് അക്കൗണ്ട് മാത്രം വളരുന്നില്ല. അപ്പൊ എന്റെ ട്രേഡിംഗ് ജേർണൽ എടുത്ത് പരിശോധിച്ചപ്പോഴാണ് ഞാൻ ഞെട്ടിപ്പോയത്. ഞാൻ ലാഭത്തിൽ ക്ലോസ് ചെയ്ത ട്രേഡുകളിൽ 70% ഞാൻ വിറ്റതിന് ശേഷം ഒരുപാട് ദൂരം മുകളിലേക്ക് പോയിരുന്നു എന്നുള്ളതാണ്. നിങ്ങൾക്കും നിങ്ങളുടെ കഴിഞ്ഞ ഒരു മാസത്തെയോ അല്ലെങ്കിൽ കഴിഞ്ഞ ഒരു വർഷത്തെയോ ട്രേഡിംഗ് ജേർണൽ എടുത്താൽ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ ആ ഒരു എക്സിറ്റ് പോയിന്റിൽ നിന്ന് ഇത്ര അകലേക്കാണ് നിങ്ങളുടെ ആ ഒരു സ്റ്റോക്ക് നിങ്ങൾ പ്രോഫിറ്റ് എടുത്തതിന് ശേഷം മൂവ് ചെയ്തത്. അത് നിങ്ങൾക്ക് വലിയൊരു തിരിച്ചറിവാകും. ഒരു ട്രേഡിൽ ഞാൻ 5000 രൂപ ലാഭം എടുത്തപ്പോൾ അത് പിന്നെയും അത് മുകളിലേക്ക് പോയി 25,000 രൂപയുടെ ലാഭമാണ് തരാൻ ശേഷിയുണ്ടായിരുന്നത്. മറ്റൊരു ട്രേഡിൽ ഞാൻ 2000 രൂപയിൽ എക്സിറ്റ് ചെയ്തു. പക്ഷെ അന്ന് മാർക്കറ്റ് ക്ലോസ് ചെയ്യുമ്പോൾ എനിക്ക് നഷ്ടമായത് ഏതാണ്ട് 15,000 രൂപയുടെ അവസരങ്ങളാണ്. അപ്പൊ ഇതെന്നെ മൊത്തത്തിൽ വല്ലാതെ വിഷമിപ്പിച്ചു എന്നാണ് പറയാം. എന്റെ അനാലിസിസ് കറക്റ്റ് ആയിരുന്നു, ഞാൻ എടുത്ത സ്റ്റോക്കുകൾ മികച്ചായിരുന്നു, എന്റെ എൻട്രിയും കിടിലനായിരുന്നു. പക്ഷെ എന്റെ എക്സിറ്റ് എന്റെ ലാഭത്തെ മൊത്തത്തിൽ കൊല്ലുകയായിരുന്നു എന്ന് തന്നെ ഞാൻ മനസ്സിലാക്കി തുടങ്ങി. മാർക്കറ്റ് എത്ര ദൂരം പോകുമെന്ന് ആർക്കും പ്രവചിക്കാൻ പറ്റില്ല. പിന്നെ എങ്ങനെയാണ് നമ്മൾ ഈ ഒരു മുൻകൂട്ടി ലാഭത്തിന് വിലയിടുന്നത്? അല്ലെങ്കിൽ എന്തിനാണ് ഞാൻ എന്റെ ലാഭത്തിന് നമ്മൾ ഒരു ലിമിറ്റ് വെക്കുന്നത്? ഈ ചോദ്യമാണ് എന്റെ ട്രേഡിംഗ് ജീവിതത്തിൽ ഒരു നാഴികക്കല്ലായി മാറിയത്. ഒരു പരീക്ഷണം എന്ന നിലയിൽ ഒരു ടാർഗറ്റ് ഇല്ല, എന്റെ ശ്രദ്ധ മുഴുവൻ ഇനി നഷ്ടത്തിൽ മാത്രമാക്കിയാലോ എന്നൊരു ചിന്ത എനിക്ക് വന്നു. അതായത് ഒരു ട്രേഡ് എടുക്കും മുമ്പ് ഈ ഒരു കളി എനിക്കെതിരായാൽ എവിടെ വെച്ച് ഞാൻ തോൽവി സമ്മതിച്ച് ഇറങ്ങണമെന്ന് മാത്രം ഞാൻ തീരുമാനിക്കും. അതാണ് ബേസിക്കലി എന്റെ സ്റ്റോപ്പ് ലോസ്. തുടക്കത്തിൽ ഇത് എനിക്കും ഭയങ്കര കൺഫ്യൂഷൻ ആയിരുന്നു, അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഒരു ട്രേഡ് നല്ല ലാഭത്തിൽ ഇങ്ങനെ പച്ച കത്തി നിൽക്കുമ്പോൾ സിറ്റ് ചെയ്യാൻ ഇങ്ങനെ കൈധരിക്കും, വിൽക്കാൻ തോന്നും. ആ ഒരു ലാഭം നഷ്ടപ്പെടുത്താൻ മനസ്സൊരിക്കലും സമ്മതിക്കുമായിരുന്നില്ല. പക്ഷെ ഞാൻ എന്നെ തന്നെ പിടിച്ചു നിർത്തി. എന്റെ റൂൾസ് ഒന്നേ ഉള്ളൂ, ഒന്നുകിൽ എന്റെ സ്റ്റോപ്പ് ലോസ് അടിക്കണം, അല്ലെങ്കിൽ മാർക്കറ്റ് തിരിയുന്നതിന്റെ വ്യക്തമായിട്ടുള്ള ഒരു സിഗ്നൽ തരണം. അല്ലാതെ ചെറിയ ലാഭത്തിൽ ഇറങ്ങുന്ന ഒരു പരിപാടിയുമില്ല എന്ന ഡിസിഷൻ ഞാൻ എടുത്തു. ശരിക്കും അത്ഭുതം നടന്നത് അതിനുശേഷമാണ്. 10-6-7 ട്രേഡുകൾ എന്റെ ചെറിയ സ്റ്റോപ്പ് ലോസ് അടിച്ച് നഷ്ടത്തിലായി പോയി. പക്ഷേ
വിജയിച്ച 3-4 ട്രേഡുകൾ അവരെനിക്ക് നല്ല ലാഭം നേടിത്തന്നു. ഞാൻ മുമ്പ് 5000 രൂപയ്ക്ക് വിറ്റിരുന്ന ട്രേഡുകൾ 30,000-40,000 രൂപയൊക്കെ ലാഭം തരാൻ തുടങ്ങി. മാർക്കറ്റിനെ ഞാൻ അതിന്റെ പാട്ടിന് വിട്ടു. ഞാനൊരു അതിർവരം വിട്ടില്ല എന്നുള്ളതാണ്. അന്ന് ഞാൻ പഠിച്ച ആ ഒരു ട്രേഡിങ് വളരെ ഡിഫറന്റ് ആയിരുന്നു. നിങ്ങൾ എത്ര തവണ ശരിയാകുന്നു എന്നതിലല്ല, നിങ്ങൾ ശരിയാകുമ്പോൾ എത്ര വലുതായി നേടുന്നു എന്നുള്ളതിലാണ് കാര്യം എന്ന് ഞാൻ മനസ്സിലാക്കി. അപ്പൊ തീർച്ചയായിട്ടും ഇതൊരു മാന്ത്രിക വടിയൊന്നുമല്ല, മറിച്ച് റിസ്ക് മാനേജ്മെന്റിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു ലോജിക്കൽ രീതിയാണ്. ഇതിനെ നമ്മൾ രണ്ടായിട്ട് തരംതിരിക്കണം. ഒന്ന്, ഏറ്റവും ശരിയായ ഒരു സ്റ്റോപ്പ് ലോസ് ആദ്യം തന്നെ കണ്ടെത്തുക. രണ്ടാമത്, ട്രേഡ് ലാഭത്തിലേക്ക് നീങ്ങുമ്പോൾ ആ ഒരു സ്റ്റോപ്പ് ലോസിനെ എങ്ങനെ നമ്മുടെ കൂടെ കൊണ്ടുപോകണം എന്നതുകൂടി നമ്മൾ മനസ്സിലാക്കണം. ഈ ശരിയായിട്ടുള്ള സ്റ്റോപ്പ് ലോസ് എങ്ങനെ കണ്ടെത്താൻ കഴിയും എന്നുള്ളത് കൂടി നമ്മൾ അടുത്തായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. ലാഭം മാർക്കറ്റിന് വിട്ടുകൊടുക്കുമ്പോൾ നമ്മുടെ കയ്യിലുള്ള ഒരേ ഒരു കൺട്രോൾ നഷ്ടത്തിലാണ്. അതുകൊണ്ട് തന്നെ സ്റ്റോപ്പ് ലോസ് വെക്കുന്നത് ഒരു സ്കില്ലായിട്ട് നമ്മൾ കണക്കാക്കണം. ഇതിനായിട്ട് സാധാരണയായിട്ട് 3 വഴികളാണ് നമുക്ക് മുമ്പിലുള്ളത്. ഒന്നാമത്തേത് ഫിക്സഡ് പെർസെന്റേജ് സ്റ്റോപ്പ് ലോസ്. ഇത് വളരെ സിമ്പിൾ ആണ്. നിങ്ങളുടെ കയ്യിലുള്ള ആകെ തുകയുടെ ഒരു നിശ്ചിത ശതമാനം മാത്രമേ ഒരു ട്രേഡിൽ നഷ്ടപ്പെടുത്തൂ എന്ന് നമ്മൾ നേരത്തെ ഡിസൈഡ് ചെയ്യുന്നു. ഉദാഹരണത്തിന് നിങ്ങളുടെ കയ്യിൽ 1,00,000 രൂപ ഉണ്ടെങ്കിൽ ഒരു ട്രേഡിലെ റിസ്ക് 1% ആണെങ്കിൽ നിങ്ങളുടെ പരമാവധി നഷ്ടം 1000 രൂപ. നിങ്ങൾ 500 രൂപയുടെ സ്റ്റോക്ക് വാങ്ങുമ്പോൾ ഒരു ഷെയറിൽ 10 രൂപ നഷ്ടം സഹിക്കാമെങ്കിൽ സ്റ്റോപ്പ് ലോസ് 490. നിങ്ങൾക്ക് 100 ഷെയറുകൾ വാങ്ങാം. 100 × 10 1000 രൂപ റിസ്ക്. നിങ്ങൾ 500 രൂപയുടെ ഒരു സ്റ്റോക്ക് വാങ്ങുമ്പോൾ ഒരു ഷെയറിൽ 10 രൂപ നഷ്ടം സഹിക്കാമെങ്കിൽ സ്റ്റോപ്പ് ലോസ് ഫിക്സ് ചെയ്യുന്നത് നമ്മൾ 490-ലാണ്. രണ്ടാമത്തേത് ചാർട്ട് അടിസ്ഥാനമാക്കിയിട്ടുള്ള സ്റ്റോപ്പ് ലോസ് ആണ്. ഇതാണ് പ്രൊഫഷണലുകൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. വില മുൻപ് എവിടെ നിന്നാണ് സപ്പോർട്ട് എടുത്തത് അല്ലെങ്കിൽ എവിടെയാണ് റെസിസ്റ്റൻസ് എടുത്തത് എന്നൊക്കെ നോക്കി സ്റ്റോപ്പ് ലോസ് വെക്കുന്ന ഒരു രീതിയാണ്. നിങ്ങളൊരു സ്റ്റോക്ക് വാങ്ങുകയാണെങ്കിൽ അതിന് തൊട്ടടുത്തുള്ള പ്രധാനപ്പെട്ട സപ്പോർട്ടിന് കുറച്ച് താഴെയായിട്ട് സ്റ്റോപ്പ് ലോസ് വെക്കാം. കാരണം ആ ഒരു സപ്പോർട്ട് തകർന്നാൽ ഈ വില ഇനിയും താഴേക്ക് പോകാൻ സാധ്യതയുണ്ട്. നല്ല സപ്പോർട്ടും റെസിസ്റ്റൻസും കൃത്യമായിട്ട് മാർക്ക് ചെയ്ത് ആ പോയിന്റുകളിൽ മാത്രം നമ്മളുടെ സ്റ്റോപ്പ് ലോസ് വെച്ച് മുന്നോട്ട് പോവുക. മൂന്നാമത്തേത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. വോളറ്റാലിറ്റി ബേസ്ഡ് സ്റ്റോപ്പ് ലോസ് ആണ്. മാർക്കറ്റിലെ ആ ഒരു ഫ്ലക്ച്വേഷൻസ് എപ്പോഴും ഒരുപോലെ ആയിരിക്കില്ല. ചിലപ്പോൾ ഭയങ്കരമായിട്ട് ആ ഒരു ഫ്ലക്ച്വേഷൻസ് വന്നിരിക്കും. ആ സമയത്ത് വളരെ അടുത്തൊരു സ്റ്റോപ്പ് ലോസ് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്ത് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഇത് ഒഴിവാക്കാനാണ് ATR, അതായത് ആവറേജ് ട്രൂ റേഞ്ച് പോലെയുള്ള ഇൻഡിക്കേറ്ററുകൾ ഉപയോഗിക്കുന്നത്. നമ്മൾ ഈ ട്രേഡ് എങ്ങനെ മാനേജ് ചെയ്യാം എന്നുള്ളതിനെ പറ്റിയാണ് അടുത്ത ഒരു സെക്ഷനിൽ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ്. ലാഭം എവിടെ ബുക്ക് ചെയ്യും എന്ന ഒരു സംശയം ഇനി നമുക്ക് മുമ്പിൽ ഇങ്ങനെ മുഴച്ചു നിൽക്കുകയാണ്. അതിനാണ് നമ്മുടെ സൂപ്പർ പവർ ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് ഉപയോഗിക്കുന്നത്. പേര് പറയുന്നത് പോലെ തന്നെ വില നമുക്ക് അനുകൂലമായിട്ട് പോകുമ്പോൾ നമ്മുടെ സ്റ്റോപ്പ് ലോസിനെയും അതിനൊപ്പവും മുകളിലേക്ക് പതുക്കെ പതുക്കെ കൊണ്ടുപോകുന്ന വിദ്യയാണിത്. നിങ്ങൾ 200 രൂപയ്ക്ക് സ്റ്റോക്ക് വാങ്ങി 190 രൂപയിൽ ATR അനുസരിച്ച് സ്റ്റോപ്പ് ലോസ് ഫിക്സ് ചെയ്തു. സ്റ്റോക്കിന്റെ വില 210 ആകുമ്പോൾ നിങ്ങൾക്ക് സ്റ്റോപ്പ് ലോസ് വാങ്ങിയ വിലയായിട്ടുള്ള 200 രൂപയിലേക്ക് മാറ്റുന്നു. ഇതിനെ ബ്രേക്ക് ഈവൻ എന്ന് പറയും. ഇനി ഈ ട്രേഡ് നഷ്ടത്തിലാകില്ല എന്ന് നമുക്ക് ഉറപ്പാക്കാൻ കഴിയും. പിന്നെ വീണ്ടും 220 രൂപയിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് സ്റ്റോപ്പ് ലോസ് പതുക്കെ 210ലേക്ക് ഉയർത്തി വെക്കാൻ പറ്റും. ഇപ്പൊ നിങ്ങൾ കുറഞ്ഞത് ഒരു 10 രൂപ ലാഭം ഉറപ്പിച്ചിട്ടുണ്ട്. വില 250 രൂപയാവുമ്പോൾ 190 രൂപയിൽ ATR അനുസരിച്ച് സ്റ്റോപ്പ് ലോസ് വെക്കുക എന്ന് കരുതുക. വില 250 രൂപയാവുമ്പോൾ നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് നിങ്ങൾക്ക് 240 രൂപയിലേക്ക് വീണ്ടും ഉയർത്തി വെക്കാൻ പറ്റും. ഇപ്പൊ ഇവിടെ നമുക്ക് 40 രൂപ നമുക്ക് പ്രോഫിറ്റ് ഫിക്സഡ് ആയിട്ട് ഉറപ്പിക്കാൻ കഴിഞ്ഞു. ഈ ഒരു മെത്തേഡ് നമുക്ക് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കാം. എപ്പോഴാണോ മാർക്കറ്റ് തിരിഞ്ഞ് നിങ്ങളുടെ പുതിയ ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യുന്നത് അപ്പോൾ മാത്രം നിങ്ങൾക്ക് ട്രേഡിൽ നിന്ന് പുറത്തു വരാം. അല്ലെങ്കിൽ അതുവരെ മാർക്കറ്റ് എത്ര വലിയ ലാഭം തന്നോ അല്ലെങ്കിൽ അത്രയും നേരം നിങ്ങൾ ആ ഒരു ട്രേഡിൽ അങ്ങനെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. അതുവഴി ചെറിയ ലാഭത്തിൽ ഇങ്ങനെ പുറത്തു പോകാതെ ട്രെൻഡിന്റെ അവസാനം വരെ നിങ്ങൾക്ക് ട്രെയിൽ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. ഇനി നമുക്ക് ഈ ഒരു സ്ട്രാറ്റജിയുടെ ഗുണങ്ങളും ദോഷങ്ങളും, പ്രോസ് ആൻഡ് കോൺസ് നമുക്കൊന്ന് മനസ്സിലാക്കി പോവാം. ഗുണങ്ങൾ എന്താണെന്ന് നോക്കുകയാണെങ്കിൽ ഒന്നാമത്തേത് അൺലിമിറ്റഡ് ആയിട്ടുള്ള ഒരു ലാഭം നമുക്ക് മുന്നിലുണ്ട് എന്നുള്ളതാണ്. ഏറ്റവും വലിയ ആകർഷണം ഇത് തന്നെയാണ്. നിങ്ങൾ ലാഭത്തിന് അതിര് വെക്കാത്തത് കൊണ്ട് ഒരു വലിയ ട്രെൻഡ് കയ്യിൽ കിട്ടിയാൽ ചിന്തിക്കുന്നതിനും അപ്പുറമുള്ള ലാഭം നേടാനുള്ള ഒരു സാധ്യത നിങ്ങൾക്ക് മുമ്പിലുണ്ട് എന്നുള്ളതാണ്. കർശനമായിട്ടുള്ള ഒരു നിയന്ത്രണം നിങ്ങളുടെ മുഴുവൻ ഫോക്കസും നഷ്ടം കുറയ്ക്കുന്നതിലാണ്. ഓരോ ട്രേഡിന് മുമ്പും എത്ര നഷ്ടം സഹിക്കാമെന്ന് ഉറപ്പിക്കുന്നത് കൊണ്ട് വലിയൊരു സാമ്പത്തിക തിരിച്ചടികൾ നിങ്ങൾക്ക് മുമ്പിൽ ഉണ്ടാവില്ല. അതുപോലെ തന്നെ വികാരങ്ങളെ നിങ്ങൾക്ക് അടക്കി നിർത്താൻ പറ്റും. ലാഭം ബുക്ക് ചെയ്യണോ ഇനിയും പിടിക്കണോ എന്ന ഒരു ടെൻഷൻ ഒഴിവാക്കാൻ പറ്റും. നിങ്ങളുടെ നിയമം സിമ്പിൾ ആണ്. ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് അടിക്കുന്നത് വരെ നിങ്ങൾ കാത്തിരിക്കുക. ഇത് വൈകാരികമായിട്ടുള്ള തീരുമാനങ്ങൾ കുറയ്ക്കാൻ നിങ്ങൾക്ക് ഒരുപാട് സഹായിക്കുകയും ചെയ്യും. ഇനി അതിന്റെ ഒരു ദൂഷ്യവശങ്ങൾ എന്തൊക്കെയാണെന്ന് കൂടി നമുക്ക് മനസ്സിലാക്കാം. ലാഭം തിരികെ നൽകേണ്ടി വരും എന്നുള്ളതാണ്. സഹിക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഒരു ട്രേഡ് 10,000 രൂപ ലാഭത്തിൽ നിൽക്കുമ്പോൾ മാർക്കറ്റ് ചെറുതായിട്ടൊന്ന് കറക്ഷൻ വരുത്തി നിങ്ങളുടെ ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് 7,000 രൂപയിൽ ഹിറ്റ് ചെയ്യാം. 3,000 രൂപയുടെ ലാഭമാണ് കണ്ടു നിൽക്കുക നിങ്ങൾ മാർക്കറ്റിന് തിരികെ നൽകുന്നത്. രണ്ടാമത്തേത് വളരെ കുറഞ്ഞ വിന്നിംഗ് റേറ്റ് ആണ്. ഈ രീതിയിൽ ചെറിയ നഷ്ടങ്ങൾ സംഭവിക്കുന്ന ട്രേഡുകളുടെ എണ്ണം വളരെ കൂടുതലായിരിക്കും.
അതിൽ 7 ട്രേഡും നഷ്ടത്തിലായിരിക്കും. ജയിക്കുന്ന 3 ആ നഷ്ടങ്ങളെല്ലാം നികത്തി വലിയ ലാഭം തരികയും ചെയ്യും. പക്ഷെ തുടർച്ചയായിട്ടുള്ള നഷ്ടങ്ങൾ വരുത്തുമ്പോൾ തളരാതെ പിടിച്ചു നിൽക്കാൻ നമ്മുടെ മനസ്സിന് അങ്ങനെ ഒരു കരുത്ത് കിട്ടുക വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പൊ അത് മറ്റൊരു പ്രശ്നമായിട്ട് നമ്മൾ കാണേണ്ടതുണ്ട്. മൂന്നാമതായിട്ടുള്ള ഒരു പ്രോബ്ലം, വലിയൊരു ശ്രദ്ധ വേണം. ഇതൊരു സെറ്റ് ആൻഡ് ഫോർഗറ്റ് പരിപാടിയില്ല. വില നീങ്ങുന്നതിനനുസരിച്ച് നമ്മൾ സ്റ്റോപ്പ് ലോസ് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ട് പോയിക്കൊണ്ടിരിക്കണം. നമ്മൾ ക്രമീകരിക്കേണ്ടതുണ്ട്. സ്റ്റോപ്പ് ലോസ് ഇങ്ങനെ ക്രമീകരിക്കുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇതിന് നല്ലൊരു അച്ചടക്കം അത്യാവശ്യമാണ്. അപ്പൊ ഈ ഒരു സ്റ്റോപ്പ് ലോസ് മാത്രം എന്ന ഐഡിയ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. പക്ഷെ ഇതൊരു സ്റ്റാർട്ടിങ് മാത്രമേ ആയിട്ടുള്ളൂ. ഈ ഒരു സ്റ്റോപ്പ് ലോസ് എലോൺ എന്ന ഒരു സ്ട്രാറ്റജിയുടെ മോഡേണൈസ്ഡ് വേർഷൻസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. തീർച്ചയായിട്ടും ഈ ഒരു ചാനൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ബെല്ലൈക്കൻ കൂടി അമർത്താൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ ആ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് കിട്ടും. അപ്പൊ ഈ രീതി പരീക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർക്കായിട്ട് ഒരു 5 പോയിന്റ് ചെക്ക് ലിസ്റ്റ് ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട്. ഒന്നാമതായിട്ട്, ഒരു ട്രേഡിൽ നിങ്ങൾ ആകെ ക്യാപിറ്റലിന്റെ എത്ര ശതമാനം റിസ്ക് എടുക്കാൻ തയ്യാറാണ് എന്ന് നിങ്ങൾ ഡിസൈഡ് ചെയ്യുക. രണ്ടാമതായിട്ട്, നിങ്ങളുടെ ആദ്യത്തെ സ്റ്റോപ്പ് ലോസ് എവിടെ വെക്കാമെന്ന് കൃത്യമായിട്ടുള്ള ഒരു നിയമം അല്ലെങ്കിൽ ATR പ്രകാരം നിങ്ങൾ മാർക്ക് ചെയ്ത് വെക്കുക. ട്രേഡ് ലാഭത്തിലായാൽ എപ്പോഴാണ് സ്റ്റോപ്പ് ലോസ് നമ്മളുടെ ബൈയിങ് പ്രൈസിലേക്ക് അല്ലെങ്കിൽ ബ്രേക്ക് ഇവനിലേക്ക് മാറ്റുന്നത് എന്നുള്ള ഡിസിഷൻ കൂടി മുന്നേ എടുത്തു വെക്കുക. നാലാമതായിട്ട്, ലാഭം നമ്മൾ സംരക്ഷിക്കാൻ ഏത് ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് രീതി ഉപയോഗിക്കുമെന്ന് നമ്മൾ മുമ്പേ തന്നെ പ്ലാൻ ചെയ്ത് വെക്കണം. അതുപോലെ തന്നെ എന്ത് വന്നാലും നിങ്ങളുടെ നിയമങ്ങൾ ലംഘിക്കില്ല അല്ലെങ്കിൽ നിയമങ്ങൾ നിങ്ങൾ ബ്രേക്ക് ചെയ്യില്ല എന്ന് നിങ്ങൾ ഉറച്ച തീരുമാനം എടുക്കുക. ഈ 5 പോയിന്റ് ഓഫ് ചെക്ക് ലിസ്റ്റ് നിങ്ങൾ കൺഫേം ചെയ്തിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിൽ ഒട്ടും ടെൻഷൻ ഉണ്ടാവില്ല. ഓർക്കുക, ട്രേഡിംഗിൽ വിജയിക്കുന്നത് ഏറ്റവും കൂടുതൽ തവണ ശരിയാക്കുന്നവരല്ല, മറിച്ച് തെറ്റുപറ്റിയാൽ ഏറ്റവും കുറഞ്ഞ നഷ്ടത്തിൽ ഇറങ്ങിപ്പോവുകയും ശരിയാവുമ്പോൾ ഏറ്റവും വലിയ നേട്ടം കൊയ്യുന്നവരുമാണ്. അപ്പൊ ഇനി നമുക്കൊരു കൺക്ലൂഷനിലേക്ക് കിടക്കാം. അപ്പോൾ ടാർഗറ്റുകളില്ല, സ്റ്റോപ്പ് ലോസ് മാത്രമാണ് എന്നുള്ള ഒരു സ്ട്രാറ്റജിയിലേക്കാണ് ഞാൻ ഇന്ന് നിങ്ങളെ എത്തിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇത് നഷ്ടം പരിമിതപ്പെടുത്തുക അല്ലെങ്കിൽ ലാഭം വളരാൻ അനുവദിക്കുക എന്ന ട്രേഡിംഗിന്റെ അടിസ്ഥാന തത്വത്തിൽ ഉറച്ചു നിൽക്കുന്ന ഒരു പ്രായോഗിക രീതിയായിട്ടാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിലേക്ക് പറയുന്നത്. ലാഭം എത്രത്തോളം ഉണ്ടാവും എന്ന് നമുക്ക് പ്രവചിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ നഷ്ടം എത്രയെന്ന് കൃത്യമായിട്ട് നിർവഹിച്ച് ബാക്കി മാർക്കറ്റിന്റെ ഒഴുക്കിന് വിട്ടുകൊടുക്കുന്ന ഈ ഒരു മെത്തഡോളജിയാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കിയത്. ശരിയായി ഉപയോഗിച്ചാൽ നിങ്ങളുടെ ട്രേഡിംഗ് കരിയറിന്റെ ഒരു ഗെയിം ചേഞ്ചർ തന്നെയായിരിക്കും. അപ്പൊ അത്രയുമാണ്. വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് നിങ്ങൾക്ക് മുമ്പിലേക്ക് എത്തിച്ചത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളായിട്ട് അറിയിക്കുക. കൂടുതൽ പുതിയ വീഡിയോകൾക്കായിട്ട് ചാനൽ ഫോളോ ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ വരാം. അതുവരേക്കും ഹാപ്പി ഇൻവെസ്റ്റിംഗ്. സ്റ്റോക്ക് മാർക്കറ്റിലെ ന്യൂസുകളെയും അതുപോലെ തന്നെ അപ്ഡേറ്റുകളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പ് നമുക്കുണ്ട്. ആ ഒരു ഗ്രൂപ്പിന്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പാണ്. താല്പര്യമുള്ളവർക്ക് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസുകൾ നമ്മൾ അതിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. വളരെ ഇൻഫോർമേറ്റീവ് ആയിരിക്കും. അപ്പൊ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പുതിയ ന്യൂസുകളുമായിട്ട് നാളെ വീണ്ടും വരാം. ബൈ.